വെൽക്കം ടു ഡേ 6 ഓഫ് അവർ ക്രോഷ ബേസിക്സ്. അപ്പോൾ നമ്മളിന്ന് ക്രോഷ ബേസിക്സിൻ്റെ 6th ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആയിട്ടുള്ള സ്ലിപ്പ് നോട്ടും അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചും നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണേ. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്രോഷ സ്റ്റിച്ചസ് ചെയ്തതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിത് യാൺ ഓവർ ചെയ്യണം. നമ്മുടെ ഹുക്കിൽ യാണിനെ ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ചെയിൻ വിട്ട് സെക്കൻഡ് ചെയിനിൽ കൂടെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും യാൺ ഓവർ ചെയ്ത് തിരിച്ച് ചെയിൻ്റെ ലൂപ്പ് മാത്രം പുറത്തേക്ക് ഇടണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ 3 ലൂപ്സ് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്ത് ആ യാണിനെ ഗ്രാബ് ചെയ്തുകൊണ്ട് വരുന്നത് നമ്മുടെ ഹുക്കിലുള്ള 3 ലൂപ്പിൻ്റെ വെളിയിലെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വെളിയിലെടുത്ത് കഴിയുമ്പോൾ ഈ കിട്ടുന്ന സ്റ്റിച്ചാണ് നമ്മുടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഹുക്കിലേക്ക് ഒന്ന് യാൺ ഓവർ ചെയ്തു, വീണ്ടും നമ്മൾ അടുത്ത നമ്മുടെ ചെയിൻ്റെ അകത്തേക്കൂടെ ഇൻസേർട്ട് ചെയ്തു, വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്തു, തിരിച്ച് നമ്മൾ അകത്തേക്ക് വലിച്ചെടുത്തു, ചെയിൻ്റെ ലൂപ്പ് മാത്രം. അന്നേരം 3 ലൂപ്സ് ഉണ്ടാവും നമ്മുടെ ഹുക്കിൽ. പിന്നെയും നമ്മൾ യാൺ ഓവർ ചെയ്തു, എന്നിട്ട് നമ്മൾ ആ 3 ലൂപ്സിൻ്റെയും ഹൂക്കിലുണ്ടായിരുന്ന 3 ലൂപ്സിൻ്റെയും വെളിയിലേക്ക് നമ്മൾ ആ യാണിനെ വർക്കിംഗ് യാണിനെ പുൾ ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്തു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ HDC എന്നാണ്. HDC എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ ഒരു T പോലത്തെ സിമ്പിളാണ്. ടീയുടെ ഒരു, അതായത് ക്യാപിറ്റൽ ലെറ്റർ T എന്ന പോലത്തെ ഒരു സിമ്പിളായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കും. ഒരു 5-6 ഞാൻ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഏകദേശം ഇതുപോലെ ഒരു ലുക്കിലായിരിക്കും വരിക കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഇച്ചിരി വലിയ പാച്ചസ് ആയിട്ടൊക്കെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.